രണ്ടാമത്തെ റോയില് നാലാമത്തെ പെണ്ണെ നോക്കി. നിന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഐ ലവ് യു. You're a sweetheart. കിസ് അടിച്ചോ? നമ്മളെ തന്നെ എപ്പോഴും താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വലിയൊരു പവർ ഉണ്ട്, അറിയോ? ആണോ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തിരു ഇപ്പോൾ സൺ നെക്സ്റ്റിൽ മാത്രം 4K നിലവാരത്തിലും ഡോൾബി അറ്റ്മോസ് ശബ്ദത്തിലും കണ്ടാസ്വദിക്കാൻ ഇന്ന് തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, മറ്റുള്ളവർക്ക് ക്ഷീണം വന്ന് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഉത്സാഹം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ ഉത്സാഹം. സത്യത്തിൽ മധു, ഈ ഭൂമിയില് വേറെ ആരും പാടില്ല. ഞാനും മധുവും പിന്നെ നമ്മുടെ ഐശ്വര്യ പോളും മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് എന്തൊരു ഭംഗിയായിരിക്കും. ഏതായാലും ലോകത്തിന്റെ ഭംഗിയൊക്കെ അവിടെ നിൽക്കട്ടെ. അവള് തിരിച്ചു വരുന്നതിന് മുന്നേ താലി അടിച്ചു മാറ്റണം. വസന്തേട്ടൻ വന്നേ, വാ. മധു, എന്താ? അതെ, ആ താലി എത്ര ഗ്രാം വരും? നമുക്കേ അത് കൊണ്ടുപോയി പണയം വെക്കാം. അല്ലെങ്കിൽ വേണ്ട, വിൽക്കാം. അതൊന്നും വേണ്ട. വേണ്ടേ? അല്ല, വരട്ടെ, അതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. മധു, മധുവേ, ഒരു സംഭവം തന്നെ. മധുവിന്റെ ഭർത്താവായി ജനിക്കാൻ പറ്റിയതാ എന്റെ ഭാഗ്യം. ഹലോ, അതെ. എവിഡൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ജോർജ് കുട്ടി വിളിക്കും. തനിക്ക് ബുദ്ധിമുട്ടായല്ലേ? അയ്യോ ഇല്ല സർ, ആകെ ഒന്ന് സന്തോഷമായതേ ഉള്ളൂ. സാർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയുന്ന കരുതിയില്ല. അതാണ് താനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അതിരിക്കട്ടെ, താൻ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടാണോ ഇങ്ങോട്ട് ഇറങ്ങിയേ? സായുവിന്റെ കാര്യം സാറിനോട് പറയണോ? സാറിനോടും കൂടി പറഞ്ഞ ഒരു പോംവഴി ഒരുമിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ വേണ്ട, വ്യക്തമായി ഒന്ന് അറിഞ്ഞിട്ട് മതി മറ്റുള്ളവരോട് പറയുന്നത്. ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നോ? കേട്ടു സർ. എന്താ കേട്ടത്? ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടാണോ പുറത്തേക്ക് ഇറങ്ങിയതെന്ന്. എന്നിട്ട് ഉത്തരം പറഞ്ഞില്ല? ഞാൻ ഉത്തരം പറയാൻ തുടങ്ങുമായിരുന്നു. വീട്ടിലിരുന്നപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നി. പക്ഷെ താനാകെ ഡള്ളാണല്ലോ. എന്തു പറ്റി? പറ, എന്താ സംഭവിച്ചത്? ഏയ് ഒന്നുമില്ല സർ. എടോ, തന്റെ മുഖത്ത് ഒരു കുഞ്ഞു വ്യത്യാസം പോലും അറിയുന്നവനാ ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് താൻ എന്തോ ടെൻഷനില്ല. ഏയ് ഇല്ല സർ, ഒരു ടെൻഷനും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ സാറിനെ കാണുമ്പോ അതൊക്കെ മാറും. ആഹാ, അത് കൊള്ളാലോ. ഞാൻ സത്യ സാർ പറയുന്നേ. സാറിനോട് സംസാരിച്ചു കഴിയുമ്പോ പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ അങ്ങ് മാറും. ഏതായാലും എന്നെ കണ്ടിട്ടും തന്റെ ടെൻഷൻ മാറിയിട്ടില്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. അതുപോട്ടെ, സ്നേഹസാനത്തിന്റെ കേസ് 2 ആഴ്ചക്കുള്ളിൽ ഹിയറിങ്ങിന് പോകും. സ്നേഹസാനത്തിലെ മീനാക്ഷി അമ്മ ഉൾപ്പെടെ എല്ലാവരെയും സാക്ഷികളാക്കി പുതുക്കി ഒരു സാക്ഷ്യപ്പട്ടിക കൊടുക്കണം. നമുക്ക് അവർ ചെന്ന് കാണണം. കുറെ കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്. സത്യം പറ പൂജ, വീട്ടിലെന്തോ ഒരു ഇഷ്യൂ നടന്നില്ലേ? അച്ചമ്മയോ മധുവാന്റെയോ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ? അതിന്റെ ടെൻഷനല്ലേ? അയ്യോ അല്ല സർ, സായുന്റെ വാചകങ്ങൾ
മനസ്സിത് പോകുന്നില്ലല്ലോ. ഡോ 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 ആ സർ. താനൊരു കാര്യം ചെയ്യും, ചെന്ന് മുഖം ഒന്ന് കഴുകി ഫ്രഷ് ആവും. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല സർ. നല്ലൊരു ചായ വരുത്തിയാലോ? നല്ല ഉഷാറുള്ളൊരു ചായ കുടിക്കും. ആ അതും വേണ്ട സർ, ചായ വേണ്ട. നമുക്ക് സാറിന്റെ വർക്കൊക്കെ തീർന്നിട്ട് പുറത്തേക്കൊന്ന് പോയാലോ? പുറത്തേക്കെന്ന് വെച്ചാ വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റോ? അതിനിപ്പോ വർക്ക് തീർക്കാനൊന്നും കാത്തു നിൽക്കണ്ട, നമുക്കിപ്പോ തന്നെ പോവാം. ആ, അത് വേണ്ട സർ, സാറിന്റെ ജോലിയൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞു മതി. എടോ, എന്താ സർ? താൻ ആകെ വറീഡാണല്ലോ. നല്ല വെയിലായിരുന്നു, സ്കൂട്ടറിലാ വന്നേ. സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് നമുക്ക് സാറിന്റെ കാറിൽ പോവാം. സാറിനോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ തോന്നുന്നു. ഇന്ന് സാറിനോട് ഹൃദയം തുറന്ന് കുറെ സംസാരിക്കണം. എന്റെ ഇഷ്ടം തുറന്നു പറയണം. അതെ, അവിടെ നിന്നു, ഞാൻ പോയിട്ട് വരാം. ആരെങ്കിലും വന്ന ഒരു ക്ലൂ തന്നാ മതി. അതെ, ആരെങ്കിലും വരികയാണെങ്കിൽ അമ്മേ നാരായണ എന്ന് ആ വിളിക്കാം. ഓക്കെ. ആ പോകാം, പോകാം. ആ മധുവിന്റെ ഓരോ പ്ലാനിങ്ങുകള് സമ്മതിക്കണം. അമ്മേ നാരായണ, പിന്നല്ലാതെ. താലി തൊട്ട കൈയോടെ തന്നെ തിരിച്ചടി കിട്ടും പോലും. എനിക്കെങ്ങനെയാ തിരിച്ചടി കിട്ടുന്നതെന്ന് നോക്കണമല്ലോ. ഈ താലി അർജുൻ അവളുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നില്ല. ദേവി, മാപ്പ് തരണം. വസന്തേട്ടന്റെ ശബ്ദമാണല്ലോ. അയ്യോ, 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 മധു. അയ്യോ, വസന്തേട്ടാ. അയ്യോ, 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 മധു. എന്നെ പിടിച്ചേ. അയ്യോ, എന്നൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്ക് വസന്തേട്ടാ. എണീക്ക് മധു. വസന്തേട്ടൻ എന്താ ഈ കാണിച്ചേ? പിടിച്ച വസന്തേട്ടാ. അയ്യോ, വസന്തേട്ടാ. എന്താ വസന്ത? എന്താ ഒന്നും വസന്ത? അറിഞ്ഞൂടാ. മൊത്തത്തിലൊരു പുക പോലെയായിരുന്നു അമ്മേ. നീ എങ്ങനെ താഴോട്ട് വന്നു? അയ്യോ, എന്റെ കൈ. ഞാനേ മുകളിൽ നിൽക്കുകയായിരുന്നു, ആ പടിയുടെ അടുത്ത്. പെട്ടെന്ന് ശക്തി അങ്ങ് പോകും പോലെ തോന്നി. കാല് വഴുതി, കണ്ണില് ഇരുട്ട് കയറും പോലെ തോന്നി. ഞാനേ പ്ലക്കോന്ന് ഒറ്റ വീഴ്ച. പടി കൂടെ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വന്നു. നീ അടുത്തില്ലായിരുന്നോ മധു? ആ മധു താലി എടുത്ത് മാറ്റാൻ. അല്ല, അത് പിന്നെ. ഓ, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല അല്ലേ? മാധുരി പൂജിക്കാൻ വെച്ചിരുന്ന താലി എടുത്ത് മാറ്റാൻ പോയി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അനർത്ഥം വാങ്ങി തലേ വെക്കരുതെന്ന്. വസന്തൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ താലിയാകുമായിരുന്നു അറ്റുപോകുന്നത്. ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുമതോ? ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ. ദ്രോഹോ? എന്തു ദ്രോഹം? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന്ന് പറയുന്നതേ ഈ കുടുംബത്തോട് കാണിക്കുന്ന നീതിയാ. അമ്മ അതിനിടയ്ക്ക് കാലു മാറിയല്ലേ? ഞാൻ കാലും കൈയൊന്നും മാറിയിട്ടില്ല. എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ താലി കെട്ട് നടക്കാൻ പാടില്ല.
അവരുടെ ഇഷ്ടത്തിന് അവര് ഈ കല്യാണം നടത്തിയല്ലോ. ഇനി ഈ വീട്ടിൽ ഒരു പ്രഹസനവും വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കില്ല. പക്ഷേ എന്നും പറഞ്ഞ് താലിയെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. അതിന്റെ ശക്തിയെ പരീക്ഷിക്കണ്ട. എന്റെ കൈക്ക് എന്തോ ഒരു ഭാരം പോലെ, എന്തോ ഒടിവോ ചതവോ സംഭവിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. വസന്തനും കൂടി ഇതിന് കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. മധു, ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച താലിയുടെ ശക്തിയല്ല എന്റെ ശക്തി എന്താണെന്ന് മധു അറിയും. മാധുരി ചേച്ചി വെല്ലുവിളിക്കുവാണോ? വെല്ലുവിളിയായിട്ടാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. താലി എടുക്കുന്ന കാര്യമാണെങ്കിൽ ആദ്യം തല്ലുന്നത് മാതിരി ആയിരിക്കില്ല, എന്റെ വകയായിരിക്കും ആദ്യത്തെ തല്ല്. മധു, തൽക്കാലം നമുക്ക് പിന്മാറാം. കയ്യില് മാത്രമല്ല ശരീരത്തിലെ പല എല്ലുകളും ഒടിയും. മധു, വാ വാ വാ. ഈ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അമ്മേ നാരായണ. മോളെ, എന്താ അമ്മേ? നിനക്ക് ഈ താലി കെട്ട് നടത്തണമല്ലേ? വേണം അമ്മേ. അവര് കല്യാണം കഴിച്ചതാ ശരി തന്നെ. പക്ഷെ എന്റെ മകൻ പൂജയുടെ കഴുത്തി താലി കെട്ടുന്നത് എനിക്ക് കാണണം. പക്ഷേ മോളെ, നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എന്റെ മറ്റു പല ആഗ്രഹങ്ങളും നടന്നില്ലെന്ന് വരും അമ്മേ. പക്ഷേ ഈ ആഗ്രഹം ഞാൻ നടത്തിയിരിക്കും. മഹേശ്വരിയാ പറയുന്നത്. ഈ താലികെട്ട് നടക്കില്ല. നടക്കും അമ്മേ. ഞാൻ അമ്മയുടെ മരുമകളല്ല, മകളല്ലേ? അങ്ങനെയല്ലേ അമ്മ പറയുന്നേ? അപ്പോ മകളുടെ ആഗ്രഹം സാധിക്കാൻ അവസാനം അമ്മ കൂടെ നിൽക്കും. ഒരു മകള് തോറ്റുപോയാൽ അതിന്റെ ക്ഷീണം അമ്മയ്ക്കല്ലേ? തനിക്കെന്തോ പറയാണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടെ വന്നത്? എന്താ പറയാനുള്ളത്? സാറിനെ കുറിച്ച് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ തുറന്നു പറയാം. സാറിനോടുള്ള ഇഷ്ടം സാർ എന്റെ മനസ്സിൽ എങ്ങനെയാണെന്നുള്ളത് പൂർണ്ണ അളവിൽ ഞാൻ സാറിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിനെ കുറിച്ച് എല്ലാം പറയാം. എന്താണോ സംഗതി? അത് അതെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ സാറിനോടൊരു കാര്യം പറയണമെന്ന് കരുതി അത് പറയാനൊരു അവസരം കാത്തിരിക്കായിരുന്നു ഞാൻ. ആയിക്കോട്ടെ, കാര്യം എന്താന്ന് വെച്ചാൽ അത് പറയൂ. സാർ, വലിയ കാര്യത്തിൽ ഞാനൊരു സംഗതി പറയാൻ വരുമ്പോ ഇങ്ങനെ ഗൗരവത്തിൽ സംസാരിക്കാതെ കുറച്ചൊക്കെ ശബ്ദം മയപ്പെടുത്ത്. ശരി, എന്താ കാര്യം? അമ്മ എന്നോട് സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യം? എന്ത് കാര്യം എന്ന് വെച്ചാ സാറിന്റെ ഗുണങ്ങൾ. സാർ എന്തുമാത്രം നല്ല ആളാണ്, എത്രമാത്രം പെർഫെക്റ്റ് ആണ്. അതിപ്പോ ലോകത്തുള്ള സകല അമ്മമാരും സ്വന്തം മക്കളെ കുറിച്ച് അങ്ങനെ പറയും. അതാണ് അമ്മമാര്. എന്റെ അമ്മയും എന്നെ കുറിച്ച് പുകഴ്ത്തിയൊക്കെ പറഞ്ഞു കാണും. താൻ മാറ്ററിലേക്ക് വാ. തനിക്ക് എന്താ പറയാനുള്ളത്? ഇനി മനസ്സിൽ വെക്കണ്ട. ഐ ലവ് യു എന്ന് വെട്ടി തുറന്ന് പറയാം. അത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമാണ്. പക്ഷേ അത് പറയാനൊരു ധൈര്യം കിട്ടുന്നില്ലല്ലോ. എന്താ ആലോചിക്കുന്നേ? ഇല്ല സർ, ഒന്നും ആലോചിക്കുന്നില്ല. നിക്കേ, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റേ. ഞാനൊന്നേ
താനെന്താ ഗുസ്തി പിടിക്കാൻ പോവാണ്? താൻ പറ. പറയാ സർ, പറയാം. എന്നെ ഇങ്ങനെ ധൃതിപ്പെടുത്തല്ലേ. ഞാൻ പറയാം. എത്രയോ കാലമായി ഞാൻ കേൾക്കാൻ കാത്തിരിക്കുന്ന വാക്കുകൾ പൂജ എന്നോട് തുറന്നു പറയാൻ പോവുക. ഉറപ്പാണ് പൂജ ഇഷ്ടം തുറന്നു പറയുകയാണ്. അതെ, സാർ എന്താ ആലോചിക്കുന്നേ? താൻ ആലോചിക്കുന്ന കാര്യം തന്നെ. ഓ, അതിന് ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് സാറിന് എങ്ങനെ അറിയാം? തന്നെ എനിക്കറിയാവുന്നതുകൊണ്ട്, തന്റെ ചിന്തകളെ അറിയാവുന്നതുകൊണ്ട്, തന്റെ മനസ്സറിയാവുന്നതുകൊണ്ട്. തന്റെ മനസ്സിൽ ഇപ്പൊ എന്താണോ ഉള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. താൻ പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ഞാൻ പറയാം, ഇപ്പൊ പറയാം. ഐ ലവ് യു എന്ന് പറയണോ അതോ സാറിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണോ? മലയാളത്തിൽ തന്നെ പറയാം. സാറിനെ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ മനസ്സ് നിറയെ സാറാണ്. സാറില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലാന്ന്. എന്തിനാണോ ഇങ്ങനെ നേരം കളയുന്നത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാൻ പറയാം. പ്രണയം എങ്ങനെ അവതരിപ്പിക്കണമെന്നൊക്കെ വീഡിയോ നോക്കി കണ്ടുപിടിക്കണോ? ദൈവമേ. ഐ ലവ് യു എന്ന് തന്നെ പറയാം. അങ്ങനെ പറയാം, അത് മതി. പറയാനും എളുപ്പം ഐ ലവ് യു എന്നാ. ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാം. അതെങ്ങനെയാ പറയാ? കുറച്ച് ദൂരേക്ക് നടക്കാം. ഇപ്പൊ കുറച്ച് അകലമായി. ഇവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയാം, അർജുൻ സാർ ഐ ലവ് യു എന്ന് പറയാം. താനെന്താ അവിടെ ചെന്ന് നിൽക്കുന്നേ? പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. അർജുൻ സാർ, ഐ ലവ് യു. ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാൻ അഴകേ 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 എന്നിൽ നിന്നും പോകാൻ അഴകേ അഴകേ അഴകേ. ഐ ലവ് യു സർ, ഐ ലവ് യു. എന്റെ മനസ്സ് നിറയെ സാറാണ്. ഐ ലവ് യു. അഴകേ 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 എന്നിൽ നിന്നും പോകാൻ അഴകേ അഴകേ അഴകേ. ഡോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുവാണോ? ഐ ലവ് യു എന്ന് വിളിച്ച് സാറിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചില്ലേ? ഡോ, ശ്ശെ, ആ,
താൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലേ? അല്ല, ഞാൻ പറയാം. ആ. ഞാൻ പറയാൻ പോവാ. എന്നെ കൊണ്ട് പറയാൻ പറ്റും. ഞാൻ പറയും. റെഡി? 1 2 3. 1 2 3. സർ, റെഡി? 1 2 3. അമ്മയാ. അമ്മയ്ക്ക് വിളിക്കാൻ കണ്ട സമയം ഒരു മാനേഴ്സ് ഇല്ലേ? ഹലോ അമ്മേ. ആ മോളെ, മോളെ എവിടെയാ? ഇതുവരെ കാണാത്തോണ്ട് വിളിച്ചതാ. അമ്മേ, ഞാൻ അജുവേട്ടന്റെ ഓഫീസിൽ വന്നു. ഞങ്ങളിപ്പോ പുറത്തു നിക്ക. ആ ആണോ? ആ അത് നന്നായി. മോളെ, ഞാനന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്നുവെച്ചാ അർജുനെ കുറിച്ചൊക്കെ. ഓർമ്മയുണ്ട് അമ്മേ. പൂജിക്കാൻ വെച്ച താലിയുടെ ശക്തി എന്താണെന്ന് കൃത്യമായിട്ടൊരു നിമിത്തം കിട്ടി മോളെ. എന്താ അമ്മേ? മധു ആ താലി എടുക്കാൻ ചെന്നപ്പോ വസന്തം പടിയിൽ നിന്നും തെന്നി വീണു. കൈക്കെന്തോ തകരാറും പറ്റിയിട്ടുണ്ട്. അയ്യോ, ആണോ? ആ അതാ പറഞ്ഞത്. മോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ താലി അത്ര ശക്തിയുള്ളതാ. അർജുന ആ താലി മോടെ കഴുത്തി കെട്ടുമ്പോ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം മോള് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടത്. ദേ, ഞാൻ വീണ്ടും പറയാ, അർജുനെ പോലൊരാള് എന്റെ മോളുടെ ഭാഗ്യ. ആ മോള് കരുതും അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ബോറാണെന്ന്. അയ്യോ, ഒരിക്കലും ഇല്ലമ്മേ. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ശരി മോളെ, എന്നാ അമ്മ ഫോൺ വെക്കട്ടെ. ശരി അമ്മേ. എന്തിനാ അമ്മ വിളിച്ചത്? സാറ് പറഞ്ഞില്ലേ അമ്മമാരാണെന്ന്. കുറച്ച് ഉപദേശം തരാനാ അമ്മ വിളിച്ചേ. അതിനിടയിൽ ഒരു കുഞ്ഞു അപകടത്തിന്റെ കാര്യവും പറഞ്ഞു. അപകടോ? ആർക്ക് അപകടം? വസന്തനങ്ങൾ മറിഞ്ഞു വീണ് കൈക്കെന്തോ പറ്റിയെന്ന്. പൂജിക്കാൻ വെച്ചിരുന്ന നമ്മുടെ താലി മധുവാൻറ്റി എടുക്കാൻ പോയി. അപ്പോഴാ അപകടം സംഭവിച്ചത്രേ. ഓഹോ. താലിയുടെ ഒരു പവറിനെ കുറിച്ച് അമ്മ പറഞ്ഞു. ആ താലി സാറിന്റെ കഴുത്തി കെട്ടുമ്പോ പൂർണ്ണ മനസ്സോടെ വേണം താലിക്കായിട്ട് കഴുത്ത് കാണിച്ചു തരേണ്ടതെന്നും പറഞ്ഞു. അതിന് താൻ എന്ത് മറുപടി പറഞ്ഞു? അത് ഞാൻ പറയാം. എന്നാ ഒന്ന് പറ. ഇനി നാളെ പറയാം. പറയാൻ വന്നതിന്റെ ആ ഫ്ലോ അങ്ങ് ബ്രേക്കായി.